ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാനൊരു സാരിയുടെ തുമ്പ് കെട്ടാൻ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പട്ട് സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് എല്ലാ സാരികൾക്കും ഇങ്ങനെ വരുന്നില്ല. ഇങ്ങനെ വരുന്ന സാരികളുടെ നൂല് ഇങ്ങനെയായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാരിയുടെ എൻഡിലെ ഈ സൈഡ് പോർഷനിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നൂല് വലിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ബ്ലൂ നൂല് മാത്രം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ബ്ലാക്ക് നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കെട്ടുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ ഇരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കട്ട് ചെയ്തതിൻ്റെ ഇടയിലൂടെ ഈ നൂല് ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയാണ് ആ ഇടയ്ക്ക് ഓരോ കട്ട് വെച്ച് കൊടുത്തത്. ഇതേപോലെ നമുക്ക് ആ നൂല് വലിച്ചിങ്ങനെ എടുത്ത് കളയാം. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ വലിച്ചു കഴിഞ്ഞപ്പം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇച്ചിരി ഒന്ന് കയറിപ്പോയിട്ട് വലിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ ഞങ്ങൾക്ക് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നൂലങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു പ്രോപ്പർ വേയിലൂടെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് ഇങ്ങനെ നമുക്ക് നീക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ ഞാൻ അതായത് സാരിയുടെ പല്ലുവിൻ്റെ പോർഷൻ ഫുള്ള് ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. എന്നിട്ട് അത് ഞാൻ കംപ്ലീറ്റ് ഇതേപോലെ വലിച്ചെടുത്ത് കളയുകയാണ്. അപ്പോൾ നമുക്ക് നല്ല പ്രോപ്പറായിട്ട് ആ ത്രെഡ് മാത്രമായിട്ട് കിട്ടും, കെട്ടാനുള്ള ത്രെഡ് മാത്രം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ വലിച്ചിങ്ങനെ എടുക്കുമ്പം. ഇപ്പോഴാണ് ഞാൻ നീറ്റായിട്ട് വലിച്ച് നല്ല പ്രോപ്പറായിട്ട് വന്നത്. അപ്പോൾ അതേപോലെ ഞാൻ ലാസ്റ്റ് ഇത് ഫുള്ള് സാരിയുടെ ഫുള്ള് ഇതേപോലെ ആ നൂല് ബ്ലൂ കളറിലെ നൂല് മാത്രം ഇങ്ങനെ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കെട്ടാൻ തുടങ്ങുമ്പോൾ ഓരോ ചെറിയ ചെറിയ പാർട്ടായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കെട്ടിയെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ പാർട്ടായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് 2-3 ഇങ്ങനെ കെട്ടണത് ഞാൻ കാണിച്ചു തരാം. മനസ്സിലാകാൻ വേണ്ടി 2-3 കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കെട്ടുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ പാർട്ട് ചെയ്യുമ്പം ഇടയ്ക്ക് ചിലപ്പം നൂലിച്ചിട്ട് കട്ട കുത്തിയ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പ്രോപ്പറായിട്ടൊന്ന് വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് കെട്ടുമ്പോൾ അത് അത്ര ഭംഗിയായിട്ട് വരില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ആദ്യത്തെ പാർട്ട് ചെയ്ത പോർഷൻ ഇതേപോലെ എടുത്ത് നല്ലതായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. മാക്സിമം നല്ല ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കെട്ടിയിടുക. അപ്പോൾ അതായത് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി ഇങ്ങനെ കെട്ടില്ലേ, ട്വിസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക്. അപ്പോൾ ഞാൻ ആദ്യം ചുറ്റിയപ്പോൾ അത് കുറച്ച് ലൂസായിപ്പോൾ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതേപോലെ പ്രോപ്പറായിട്ട് ചുറ്റിയ ഒരു റൗണ്ട് പോലെ ആക്കിയിട്ട് ആ റൗണ്ടിനുള്ളിൽ കൂടെ കെട്ടിയിടുക. അപ്പോൾ കെട്ടുമ്പോൾ ഞാൻ ഒരുപാട് കയറ്റി വെച്ചല്ല കെട്ടണത്. കാര്യം കയറ്റി വെച്ച് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ഫിറ്റായിട്ടിരിക്കും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടല്ലോ. ഇത് ഇങ്ങനെ ഇച്ചിരി ഇറക്കി കെട്ടുമ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കിടക്കണ കാണാൻ. അപ്പോൾ ഇതേപോലെ ഞാൻ അടുത്തത് ഒന്നുകൂടി കെട്ടി കാണിക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്നും കൂടി നല്ലോണം ട്വിസ്റ്റ് ചെയ്യുക. മാക്സിമം നല്ല ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്താലാണ് നമുക്കിത് നല്ല പ്രോപ്പറായിട്ട് കെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അതെന്ന് വെച്ചാൽ ലൂസായിട്ട് വരുമ്പോൾ നമ്മൾ കെട്ടിയൊക്കെ വെക്കുമ്പം പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതേപോലെ പ്രോപ്പറായിട്ട് കെട്ടിയെടുക്കുക. അപ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്യാതെ കുറച്ച് ലൂസാക്കി വേണം കെട്ടാൻ. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ തളർന്നിങ്ങനെ കിടക്കണ പോലെ ഇങ്ങനെ സാരിയുടെ മുന്താണിയുടെ പല്ലുവിൻ്റെ പോർഷൻ കിടക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ സാരിയുടെ ഫുള്ളും ഇതേപോലെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചുറ്റിയെടുത്തത് ഇപ്പോൾ ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കെട്ടിയത് മനസ്സിലായോ? അടുത്തത് ഇതേപോലെ വേണമെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ പാർട്ട് ചെയ്യുക, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക. നല്ലോണം ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ കെട്ടി വെക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇത്ര ആട്ടോ വീഡിയോ. അപ്പോൾ ഞാനിത് ഫുള്ള് ഇതേപോലെ സാരി ഫുള്ളിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് കെട്ടിയതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഉണ്ടോ, ഇതേപോലെ ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ ആരുടെ ഹെൽപ്പൊന്നും മേടിക്കണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പ്രത്യേകം കട്ട് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ ഫുള്ള് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.